കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, വിശ്വസിക്കുന്നു. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. പലരുടെയും ആന്തരിക മനസ്സിൽ വിശ്വാസവും അവിശ്വാസവും തമ്മിൽ പോരാട്ടം നടക്കുന്നു. ഉറപ്പും സംശയവും ഒരുപോലെ മനസ്സിനെ സ്വാധീനിക്കുന്നു. അവിശ്വാസം നമ്മെ അലട്ടുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രചോദനമനുസരിച്ച് ധീരമായി വിശ്വാസത്തിന് അനുസരണമായി മുമ്പോട്ട് കാൽവയ്ക്കണം. അപ്പോൾ ദൈവം പുതിയ ശക്തി തന്ന് നമ്മെ സഹായിക്കും. ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ബാധിക്കുന്ന അവിശ്വാസത്തെ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ ഉറയ്ക്കുവാൻ സഹായിക്കണമെന്ന് യേശുവിനോട് പറയാം. അവിശ്വാസത്തിൻ്റെ ആലയിൽ പെടുന്നുവെങ്കിലും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്നവനാണ് യേശു. ഇന്നത്തെ ധ്യാനവാക്യം ഇത് വ്യക്തമാക്കുന്നു. രക്തസ്രാവ രോഗബാധിതയായ സ്ത്രീ യേശു രോഗസൗഖ്യം തരുവാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ചു. അതേസമയം സംശയവും സങ്കോചവും ഉണ്ടായിരുന്നതിനാൽ പ്രത്യക്ഷപ്പെടുവാൻ മടിച്ചു. സംശയത്തേക്കാൾ വിശ്വാസം ശക്തമായിരുന്നതിനാൽ അവൾ യേശുവിൻ്റെ വസ്ത്രാംഗം സ്പർശിച്ചു. അവൾ രോഗവിമുക്തയായി. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഫലം ലഭിക്കുമെന്ന് കർത്താവ് തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. സംശയം അതിൽ തന്നെ പാപമല്ല. അവിശ്വസിക്കുന്നതിനെ പറ്റിയുള്ള ദുഃഖവും വിശ്വസിക്കുവാനുള്ള ആഗ്രഹവും ആത്മാർത്ഥമായിരുന്നാൽ മതി. സ്നാപക യോഹന്നാൻ യേശുവിനെ പറ്റി ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്നവൻ, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന സാക്ഷ്യം പറഞ്ഞു. അധികം നാൾ കഴിയുന്നതിനു മുമ്പ് വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനു വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. സംശയം പ്രകടിപ്പിച്ച യോഹന്നാനെ പറ്റി സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് ഈശോ സാക്ഷ്യം പറഞ്ഞു. സംശയ നിവാരണത്തിനായി യേശുവിനെ തന്നെ സമീപിച്ചതിനാൽ താൻ പതറിപ്പോകാൻ ഇടയായില്ല. അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും തിരമാലകൾ ഉണ്ടാകുമ്പോൾ നാം വേറൊരു ആശ്രയവും തേടാതെ യേശുവിനെ തന്നെ അഭയം പ്രാപിക്കണം. അവിശ്വാസം അലട്ടുന്ന വിശ്വാസിയെ സഹായിക്കുന്നവനാണ് യേശു. ഈ നിമിഷത്തിൽ കർത്താവായ ഈശോയുടെ വരദാനമാകുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഈശോ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ വിശ്വാസത്തിൽ. അതിനുള്ള കൃപ അയ്യമ്മ നമുക്ക് മാധ്യസ്ഥം വഹിച്ച് തരട്ടെ. ആമേൻ.